DS ഇറൈ written and directed by രാഹുൽ സദാശിവൻ. രാഹുൽ സദാശിവൻ ശരിക്കും ഒരു ജീനിയസ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം ബ്രഹ്മയുഗം എന്ന ഒരു ബ്രഹ്മാണ്ഡ ലെവലിലുള്ള സിനിമയ്ക്ക് ശേഷം അതേ ലെവലിൽ അതേ തരിപ്പ് നിലനിർത്തിക്കൊണ്ട് ഭീതിജനകമായിട്ടുള്ള, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മളെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന, എന്നാൽ അതിനൊരു കാവ്യാത്മക ശൈലി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്ത ഒരു പടം എന്ന് ഈ DS ഇറൈ എന്ന് പറഞ്ഞ പടത്തെ വ്യാഖ്യാനിക്കാം. കാരണം അത്രയും ഒരു ആർട്ടിസ്റ്റിക് ലെവലിലാണ് ഇതിൻ്റെ ഈ പടം കൊണ്ടുപോകുന്നത്. ഒരു ഹൊറർ ആർട്ട് എന്ന് പറയാം. ശരിക്കും ഈ സിനിമ ഒരു ബ്രഹ്മയുഗം പോലെ തന്നെ ഒരു മോഡേൺ ക്ലാസിക് സിനിമയായി മാറാൻ സാധ്യതയുണ്ട്. ആ ലെവലിലാണ് ഇതിൻ്റെ മേക്കിംഗ്. പടത്തിൻ്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇത് ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻസ് എന്ന്. അതിൻ്റെ കൂടെ എഴുതി കാണിക്കുന്നുണ്ട് സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ഫിക്ഷൻ ചേർത്തിട്ടുണ്ടെന്നും കാണിക്കുന്നുമുണ്ട്. അപ്പോൾ പടത്തിൻ്റെ തുടക്കം പ്രണവ് മോഹൻലാലിൻ്റെ ക്യാരക്ടർ റോഹൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അയാൾ ഒരു ആർക്കിടെക്റ്റ് ആണ്. അയാളുടെ ജീവിത രീതി, അയാളുടെ ലൈഫ് സ്റ്റൈൽ, അയാളുടെ മൊത്തത്തിൽ അയാൾ എന്താണെന്നുള്ളത് ആദ്യത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് സിനിമ ആ ക്യാരക്ടറിനെ സംവിധായകൻ അവിടെ നമ്മളിലേക്ക് വരച്ച് കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഹൊററിൻ്റെ എലമെന്റ്സ് പതിയെ ഒരു പതിഞ്ഞ താളത്തിൽ കത്തി വരുന്ന പോലെ പതിയെ തുടങ്ങുകയാണ്. അങ്ങനെ അങ്ങ് തുടങ്ങി ഏകദേശം ഇന്റർവെല്ല് കഴിഞ്ഞ്, അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലെ ഹൊറർ ഫീലിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു റിയൽ ലൈഫിൽ സംഭവിക്കാം എന്നുള്ള രീതിയിൽ തുടങ്ങി. പിന്നെ പതിയെ അതിൻ്റെ തീവ്രത കൂടി അവസാനം ഫിക്ഷൻ കൂടിയുള്ള ഒരു ഹൊറർ എലമെന്റ്സിലേക്ക് പടം കൊണ്ട് എന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ സിനിമയുടെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേട്ട് പരിചയിച്ചിട്ടുള്ള കഥയാണ്. പക്ഷെ ഇതിൻ്റെ മേക്കിംഗ് ആണ് എടുത്തു പറയേണ്ട. ഒരു പക്കാ മോഡേൺ ഫിലിം, ഒരു മോഡേൺ ആർട്ടിസ്റ്റിക് ഫിലിം നമ്മൾ കാണുന്ന ഫീലില് അതിൻ്റെ ഒരു ഇന്റർനാഷണൽ ലെവല് മേക്കിംഗ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അമ്മാതിരി സാധനം. അതിൽ ഒരു സീൻ പോലും, ഒരു ഫ്രെയിം പോലും നമുക്ക് മോശം എന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ സീനും ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ഷോട്ട് മുതൽ അവസാനം തീരുന്നിടം വരെ എല്ലാം ഒന്നിനൊന്നും മികച്ച രീതിയിൽ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഭാഷ മലയാളം ആണേലും ഈ സിനിമ കാണുമ്പോൾ ഇത് നമുക്കൊരു മലയാളം പടമായിട്ട് ഒരിക്കലും തോന്നത്തില്ല. കാരണം ആ ലെവലിലാണ് ഇന്റർനാഷണൽ സിനിമ. നമ്മളൊരു ഹോളിവുഡ് സിനിമ അല്ലെങ്കിൽ ഒരു ഫോറിൻ സ്പാനിഷ് അങ്ങനെയുള്ള മികച്ച രീതിയിലുള്ള ഇന്റർനാഷണൽ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു മേക്കിംഗ് സ്റ്റൈലും ആ ഒരു ഫീലുമാണ് ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് തരുന്നത്. സംവിധാന മികവിനോടൊപ്പം തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഷഹ്നാദ് ജലാലിന്റെ സിനിമാറ്റോഗ്രഫി, ഫ്രെയിമിംഗ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഈ സിനിമ കാണാം. കാരണം വാക്ക ഫ്രെയിമിംഗ് ആണ്. എവിടെ ക്യാമറ വെച്ചാലും ഭയങ്കര ബ്യൂട്ടിയാണ്. അത് പ്രത്യേകിച്ച് ഇതൊരു ഹൊറർ സിനിമയായതുകൊണ്ട് ഓരോ ഫ്രെയിമിനും ആ സീൻ കാണാൻ നേരത്ത് തന്നെ നമുക്കൊരു ഭീതി ഫീൽ ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക്, ക്രിസ്റ്റോ സേവിയറുടെ മ്യൂസിക് ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യ മ്യൂസിക്കാണ്. അത് ഓരോ നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള, അത് ഒരു ഇതേവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പുതിയ ശബ്ദങ്ങളും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെയാണ്. നമ്മൾ കേട്ട് പരിചയിച്ച സംഗതികൾ വിട്ട് പുതിയ രീതിയിലുള്ള ആംബിയന്റ് രീതിയിലുള്ള മ്യൂസിക്കുകളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റോ സേവിയറുടെ മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ജയനാഥൻ ചക്കാടത്തിന്റെ സൗണ്ട് ഡിസൈനും എടുത്തു പറയേണ്ടതാണ്. ഈ ഡിപ്പാർട്ട്മെന്റുകളോടൊപ്പം തന്നെ അന്യായ സൗണ്ട് ഡിസൈനാണ്. അതുപോലെ തന്നെ ഇതിന്റെ ആർട്ട്, പ്രത്യേകിച്ച് ഇതിന്റെ ആർട്ട് വർക്കിന്റെ വരവറിയിക്കുന്നതെന്ന് പറയാം. ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഉള്ള ഒരു 20 മിനിറ്റ് അവിടെ ചെയ്തിരിക്കുന്ന ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്ത വർക്ക് ശരിക്കും ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ ഈ ലെവലിൽ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്ന സിനിമകൾ വളരെ വിരളമാണ്. ഇന്റർനാഷണൽ ലെവൽ സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാനത് എന്താണ് സംഭവം എന്നുള്ളത് പറഞ്ഞാൽ സ്പോയിലറായി പോവും. പക്ഷെ ആ സാധനം ഈ സിനിമയുടെ മൊത്തം വീര്യവും കിട്ടുന്നത്, ഫീൽ ചെയ്യുന്നത് അവസാനത്തെ ഒരു 20 മിനിറ്റ് ആണ്. ആ സീനിൽ ആ ഒരു 20 മിനിറ്റുള്ള ആ ഒരു സമയത്തെ സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ രാഹുൽ സദാശിവന്റെ ഗംഭീരമായിട്ടുള്ള ഡയറക്ഷനും കൂടി നമ്മളെ ഒരു ഹൊററിന്റെ
ഒരു ആർട്ടിസ്റ്റിക് ഹൊററിന്റെ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അത് നമ്മൾക്ക് മലയാളികൾക്ക് മലയാള സിനിമയിൽ ഇന്നേ വരെ പരിചയിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ ഹൊറർ അനുഭൂതിയിലേക്ക് അവസാനത്തെ ഒരു 20 മിനിറ്റ് കൊണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ, ഇത് നമ്മളെ ഈ ചില സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഹൊറർ സിനിമകൾ പോലെ നമ്മളെ പെട്ടെന്ന് പ്രേതം വന്ന് പേടിപ്പിച്ച് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഹൊറർ അല്ല. അത് ആദ്യം മുതൽ അവസാനം വരെ അത് പ്രതീക്ഷിക്കേണ്ട. അതേസമയം നമ്മൾ ഈ ചില മരിച്ച വീടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു സങ്കടം കലർന്ന ഒരു ഫീലും അതോടൊപ്പം ചില സമയങ്ങളിൽ നമുക്കൊരു ഭീതി തോന്നാറുണ്ട്. ആ അന്തരീക്ഷവും അവിടുത്തെ മനുഷ്യരുടെ ആ ദുഃഖമെല്ലാം കൂടി കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു നെഗറ്റീവ് ഫീല് തോന്നാറുണ്ട്, സാഡിസ്റ്റ് ഫീൽ. ആ ഒരു അന്തരീക്ഷമാണ് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുവന്നെത്തിക്കുന്നത്. അവസാനമാകുമ്പോഴത്തേക്കും അതിൻ്റെ തീവ്രത കൂട്ടി ഒരു ഗംഭീരമായിട്ടുള്ള ഹൊറർ ചിത്രകല അതായത് ഒരു ഡാർക്ക് പെയിന്റിങ് നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് കാണുന്ന ഫീലാണ് നമുക്ക് അവസാനത്തെ ആ ഒരു 20 മിനിറ്റിൽ നിന്നും കിട്ടുന്നതും. അതോടൊപ്പം തന്നെ ആദ്യം മുതലേ തന്നെ അതിൻ്റെ തരിപ്പ് കൂട്ടി അവസാനത്തേക്ക് കൊണ്ടുവന്ന അതൊരു ഭയങ്കരമായിട്ടുള്ള ഭീതി കലർന്ന ഒരു ഫീലിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ രാഹുൽ സദാശിവന് കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ഭ്രമയുഗം എന്ന് പറയുമ്പം അതിലെ ഡയലോഗ്സ് ഒക്കെ ഒരു സാഹിത്യവൽക്കരിച്ചിട്ടുള്ള ഒരു ഡയലോഗും കാര്യങ്ങളുമാണ്. അത് ഇച്ചിരി കൂടി കഥാപരമായിട്ട് അത് ഇച്ചിരി കൂടി പെർഫെക്ഷൻ കലർന്നതാണ്. പക്ഷെ ഇത് കഥയെന്ന് പറയുമ്പം ഒരു സിമ്പിള് കഥയാണ്. പക്ഷെ ഇതിന്റെ മേക്കിങ്ങിലാണ് ഈ പടം ഭ്രമയുഗത്തിനൊപ്പം ചേർത്ത് വെക്കാവുന്നതെന്ന് ഞാൻ ആദ്യമേ ഉദ്ദേശിച്ചത്. പിന്നെ ഇതില് ആക്ടേഴ്സ് പ്രത്യേകിച്ച് നമ്മുടെ പ്രണവ് മോഹൻലാൽ ഇതേവരെ ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പടം എന്ന് പറയാം, സംശയമില്ല. കാരണം ഇത്രയും മികച്ചൊരു ക്യാരക്ടർ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല. അത് പടത്തിന്റെ തുടക്കം മുതൽ റോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ സംവിധായകൻ എന്താണോ നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് അത് നല്ല വ്യക്തമായിട്ട് പ്രണവ് ചെയ്തിട്ടുണ്ട്. പ്രണവിനോടൊപ്പം തന്നെ ജിബിൻ ഗോപിനാഥ് ചെയ്ത ക്യാരക്ടർ, ഈ പ്രണവിന്റെ ഒപ്പം തന്നെ സെക്കൻഡ് ലെവലിൽ വരുന്ന പ്രാധാന്യമുള്ളൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറും ജിബിൻ ആ ക്യാരക്ടർ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു സ്പോയിലർ ആകുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആരാണ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഈ സിനിമയിലെ കഥയ്ക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. അങ്ങനെ വന്നവരും പോലെ ചെറിയ സീനിലുള്ളവർ വരെ ഇതിൻ്റെ അകത്തൊരു ഭീതിയുണ്ട്, ഒരു ഹൊറർ ഫീലാണ് മൊത്തം. ഒരു ചിരിക്കുന്നതായിട്ടുള്ള സീനുകളൊക്കെ വളരെ കുറവാണ്. അപ്പൊ ആ ഒരു ഭീതി ആ ക്യാരക്ടറുകൾ എല്ലാവരും നല്ല കൃത്യമായിട്ട് അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രണവ് മോഹൻലാലിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടറാണ്. അത് നല്ല വൃത്തിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രണവിന് ഇനിയും ഇതുപോലുള്ള സിനിമകൾ കിട്ടട്ടെ. ചവറ് പടങ്ങളിൽ അഭിനയിക്കാതെ ഇങ്ങനെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള സംവിധായകരുടെ അഭിനയിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ സിനിമയിലെ ആ ക്യാരക്ടർ കണ്ടപ്പം ഓർത്തുപോയി. തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു. വിൻറ്റേജ് സൂമിന്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.